പമ്പയിൽ നിന്നും കയറുമ്പോൾ നീലിമല കയറ്റമാണ് ഏറ്റവും കഠിനമായ കയറ്റം. ആ കഠിനമായ കയറ്റം ഏതാണ്ട് പകുതി വരെ കയറി കഴിഞ്ഞു. ഈ പകുതിയും കൂടി ഉണ്ട്. ഈ കയറ്റം കയറുമ്പോഴത്തേക്കുള്ള പ്രത്യേക കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലേ മസിൽ കയറും, അണയ്ക്കും, അല്ലെങ്കിൽ അറ്റാക്ക് വരാൻ സാധ്യതയുള്ളവർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. കുത്തുകയറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പമ്പയിൽ നിന്ന് നോക്കിയാൽ കാണാം. സന്ധ്യയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ മലയുടെ മുകളിൽ ലൈറ്റ് കത്തി കിടക്കുന്നതാണ് ഈ വഴി പോകുന്ന വഴി. കുത്തുകയറ്റമാണ്. ആ കുത്തുകയറ്റം കയറുക എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. ആ കാനനപ്പാതയിലൂടെ നടന്നു വരുമ്പോൾ അഴുത മുങ്ങി കയറി വരുമ്പോഴത്തേക്ക് കരിമല കയറ്റം, അതും കരിമല കയറ്റം ഇതുപോലെ തന്നെ ഭയങ്കര കുത്തുകയറ്റമാണ്. പക്ഷേ ഇത്രയ്ക്കും വഴി ഫെസിലിറ്റി ഇല്ല. ഇതിപ്പോൾ കരിങ്കല്ലൊക്കെ ആണെങ്കിലും പാകി തറ കോൺക്രീറ്റൊക്കെ ചെയ്ത് നമ്മൾ നല്ല വഴിയാണ്. മറ്റേ ആ കാനനപ്പാതയിലൂടെയുള്ള വഴിയെന്ന് പറഞ്ഞാൽ കരിമല എന്ന് പറയുന്ന വേരുകളും സെയിം കയറ്റം തന്നെ, പക്ഷെ ഭയങ്കര വേരുകളും കാടും ഒക്കെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് റിലാക്സ് ചെയ്യാനൊക്കെ ഫെസിലിറ്റി ഉണ്ട്, ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, കുടിക്കാനാണെങ്കിൽ വെള്ളമുണ്ട്. മറ്റേത് കരിമല കയറ്റം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അയ്യോ, അത് ചെറുപ്പക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. പ്രായമുള്ളവർ പോയാൽ വലിയ പാടാണ്. പക്ഷെ എന്നാലും നമ്മുടെ കേരളം ഒഴികെയുള്ള സംസ്ഥാനത്തുള്ള പ്രായമുള്ളവർ അതിലേ കൂടെ ഇന്നും കാൽനടയായി വരുന്നുണ്ട്. എന്ത് ചെയ്യാം, അവരുടെ വിശ്വാസം, അല്ലാതെ എന്ത് പറയാനും. ഇതിപ്പം നീലിമല കുത്തുകയറ്റം കാണാവൂ, വേങ്കോണിച്ചയക്കുന്നു കുത്തുകയറ്റം. മേളിൽ നിന്ന് ഇറങ്ങി വരുന്ന സായിമാർ അവരുടെ തോർത്ത് ഉപയോഗിച്ച് വിശരിക്കൊണ്ടാണ് പോകുന്നത്. കയറി വരുന്നവർക്ക് ഇച്ചിരി കാറ്റ് കിട്ടിക്കോട്ടെ എന്ന് വരും. അവരുടെ കൈവശിരിക്കുന്ന തോർത്ത് അവർ ദർശനം എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇറങ്ങി വരികയല്ലേ. അപ്പോൾ അവർ കയ്യിലിരിക്കുന്ന തോർത്ത് ഉപയോഗിച്ച് ഇങ്ങനെ വിശരിക്കൊണ്ട് പോകുന്നു. ചിലർ കൈവശം ഇരിക്കുന്ന ഗ്ലൂക്കോസ് പൊടി കയറ്റം കയറി വരുന്ന സായിമാർക്ക് കൊടുക്കും. ഇങ്ങനെയൊക്കെ ഉണ്ട്. വല്ലാത്തൊരു കയറ്റമാണ്. പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഈ കയറ്റം പ്രശ്നമില്ല. പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ മെലിഞ്ഞ മനുഷ്യർക്കൊന്നും ഈ കയറ്റം ഒരു പ്രശ്നമേ അല്ല. പക്ഷെ പ്രായമുള്ളവർക്കും വണ്ണമുള്ളവർക്കും ഈ കയറ്റം ഇതൊരു വല്ലാത്ത കയറ്റം പറയാതിരിക്കാൻ പറ്റുകയല്ല. ആവൂ, കയറ്റം തന്നെ കയറ്റം, കയറ്റം. ആവൂ, അയ്യോ, ഏറ്റവും ഒന്നിനൊന്നിന് കുത്തിനെ ആയിക്കൊണ്ടിരിക്കുക. തുടങ്ങിയപ്പോൾ ഇത്രയും സ്ലോപ്പില്ലായിരുന്നു. ഇപ്പം നല്ല സ്ലോപ്പ്. ഇത് മല കയറി പോകുന്ന കാണാമോ, സ്ലോപ്പിൻ്റെ ഡിഫറൻറ്റ് എന്തുമാത്രം ഉണ്ടെന്ന് നോക്കി. നേരെ ഓപ്പോസിറ്റ് നിൽക്കുക, അത്രയ്ക്കും സ്ലോപ്പാണ്. എന്താണ് കാണാൻ പറ്റുന്നുണ്ടോ? നേരെ ഓപ്പോസിറ്റ് നിൽക്കുക, ഇത്രയും സ്ലോപ്പാണ് ഇതിൻ്റെ താഴോട്ട്. കാര്യം ഈ നീലിമല 1 കിലോമീറ്ററേ ഉള്ളൂ. നീലിമല 1-1.5 കിലോമീറ്റർ ആണ്ടേ ഉള്ളൂ ആക്കും. പക്ഷെ 1.5 കിലോമീറ്ററും അന്യായ കുത്തുകയറ്റം, അന്യായ കുത്തുകയറ്റം. കയറ ഓട്ടോ സമയം ആവോ, എന്താ കയറ്റം. വെള്ളം കുടിക്കണമെന്നുണ്ട്. നമ്മുടെ കൈ കാലിപ്പുക്കും കുപ്പിയില്ല. വെള്ളം കുടിക്കാനും പേടിക്കുക. കാരണം ക്യൂവിനകത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ ദരിദ്രം മൂത്രം ഒഴിക്കുന്നു. അപ്പം പിന്നെ വെള്ളം കുടിച്ചാൽ കുടിച്ചാവും. ആവും, എന്താ കയറ്റം, ഭയങ്കര കയറ്റം.
ആവും സ്വാമി ശരണയ്യപ്പ. ഇന്ന് ഈ കാനനപാതയിലൂടെ കടക്കാൻ ഇത്രയേറെ സൗകര്യങ്ങൾ, സജ്ജീകരണങ്ങളുണ്ട്. എന്നാൽ പുറകോട്ട് ഒരു 50 വർഷം മുമ്പ് ചിന്തിച്ച് നോക്കി, ഇതിൻ്റെ 10-1 ഫെസിലിറ്റി ഈ കാനനപാതയ്ക്കില്ല. 10-1 ഫെസിലിറ്റി. തന്നെയുമല്ല, 50 വർഷം മുമ്പൊക്കെ ശബരിമല ദർശനത്തിന് പോകുന്ന സ്വാമിമാരുടെ വീട്ടിൽ അവർ കെട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരു കിടാവിളക്ക് വെക്കും. ആ വിളക്ക് അവർ ദർശനം കഴിഞ്ഞ് മടങ്ങി എത്തിക്കഴിഞ്ഞ് അവരാണ് വന്ന് കെടുത്തേണ്ടത് എന്നൊക്കെ ഐതിഹ്യം ഉണ്ടായിരുന്നു. ഇന്ന് പിന്നെ അതൊന്നുമില്ല. അത്രത്തോളം അപകടം പിടിച്ച ഒരു കാനനപാതയായിരുന്നു അന്ന്. ഇന്നിപ്പം സന്നിധാനം വരെ വാഹനം വരാൻ തുടങ്ങി. ഒറ്റയടിക്ക് കയറാൻ പറ്റില്ല. ഒറ്റയടിക്ക് കയറാൻ പറ്റത്തില്ല. അത്രയേറെ ദുർഘടം പിടിച്ച നിർത്താൻ മതി.